വണക്കം മക്കളെ വണക്കം. ഇന്നൊരു ത്രില്ലർ മൂവിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതൊരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മൂവിയാണ്. സോ ഇനി ഈ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഞെട്ടലുണ്ടാവും. ഇതിനകത്ത് നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ വളരെയധികം പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെൻസ്ഡ് ആക്കുന്ന തരത്തിലുള്ളതാണ്. സോ 18+ ആയിട്ടുള്ളവർ മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. മൂവിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, റഷ്യയിൽ പണ്ടുണ്ടായിരുന്ന ഒരു യഥാർത്ഥ കൊലയാളി, അയാൾ ചെയ്തിരുന്ന കുറ്റകൃത്യങ്ങളെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി യഥാർത്ഥ സംഭവങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പാടം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാടം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാക്ടറിനടിയിൽ നിന്നും പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ആ കർഷകൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ പാടത്ത് നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ പോലീസിനെ അറിയിക്കുകയും അവർ വന്ന് അന്വേഷിച്ച് ആ മൃതദേഹം എടുത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു. അയാൾ അന്വേഷണ വിധേയമായി ഡിറ്റക്റ്റീവിനോട് പറയുന്നു, ആ മൃതദേഹം കിട്ടിയ ഇടം ഒന്നുകൂടി പരിശോധിക്കണം, എന്തെങ്കിലും തെളിവ് കിട്ടും, നിങ്ങളൊന്ന് പോകണമെന്ന്. പക്ഷേ ഡിറ്റക്റ്റീവ് അത് നിരാകരിക്കുകയാണ്. കാരണം അയാൾക്ക് ഇനി ആ ജോലി ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഏകദേശം ഡ്യൂട്ടി ടൈം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതൊരു ഓർഡർ ആയതുകൊണ്ട് പോവാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് അയാൾ പോകുന്നു. ഏകദേശം 7ഓളം മൃതദേഹങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. ആരാണ് കൊലയാളി, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പിന്നീട് അങ്ങോട്ട് സിനിമയിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരും. ഈ കൊലയാളിയെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റുള്ള പല വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ അതും കണ്ടു നോക്കാം. ഇത്രയും ബ്രൂട്ടലായിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു കൊലയാളി കൂടിയാണ്. സിനിമയിലെ രാഷ്ട്രീയം വളരെ ഗംഭീരമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിരുന്ന റഷ്യ ആയതുകൊണ്ട് തന്നെ ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ എത്രത്തോളം ആ ഉദ്യോഗസ്ഥ സംഘം ബുദ്ധിമുട്ടി എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലെ ചില ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് ഗംഭീരമാണ്. അതുപോലെ തന്നെ നായകന് കിട്ടുന്ന അതേ സമ്മർദ്ദം ഓഡിയൻസിൻ്റെ മനസ്സിലേക്കും കിട്ടുന്നതും ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. പറഞ്ഞു വരുന്ന സിനിമയുടെ പേരാണ് സിറ്റിസൺ എക്സ്. ഇതിൻ്റെ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഇമോഷണൽ കുറേ സംഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ മൂവി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വേണ്ടി വരും. പുതിയ റോസ്റ്റിംഗ് വീഡിയോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോ. പുതിയ റോസ്റ്റിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.